ഹലോ ഗൈസ്, അപ്പോൾ നീണ്ട 14 മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ തിരുവനന്തപുരം വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം കാണണം എന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പെരുന്നാൾക്കൊരു ലീവ് കിട്ടിയപ്പോൾ ഈ പെരുന്നാൾക്ക് ഇങ്ങോട്ട് വരാമെന്ന് ഇങ്ങനെ കരുതി. അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം ബസ്സിനാണ് വന്നത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാത്രി ബസ് ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ നിന്ന് വന്ന് കാണാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ കയറിയതാണ് കേട്ടോ. അല്ല, ട്രെയിനിനല്ല വന്നത്, അവിടുന്ന് ബസ്സിനാണ് വന്നത്. 8:20 ബസ്സിൽ കയറി. ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു 9:15 ഏകദേശം 9:15 അടുപ്പിച്ചാണ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയാട്ടോ. സാധാരണ ഒരു 6 മണി 6:30 ഉള്ളിൽ എത്തേണ്ട ബസ്സാണ്. പക്ഷേ റോഡ് പണി അതേപോലെ ബ്ലോക്കും എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ രാത്രിയാണ്. അപ്പോൾ ഇവിടെ ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് കരുതി. പിന്നെ രാവിലെ ഇവിടെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അപസോബി ക്ഷേത്രമുണ്ട്, സൂ ഉണ്ട്, അതേപോലെ ബീച്ചുണ്ട്, ലുലു മോളുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാളെ രാവിലെ തൊട്ട് അങ്ങോട്ട് കറങ്ങാൻ പോകാമെന്ന് കരുതണു. പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. കാരണം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളധികം ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല കേട്ടോ. കാരണം അത് ശരിയാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം കഴിക്കാമെന്ന് ഇങ്ങനെ കരുതി. അപ്പം അതൊക്കെ തന്നെ. അപ്പോൾ തിരുവനന്തപുരം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. ഇവിടെ റെയിൽവേയിൽ അധികം ആൾക്കാരോ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ, അത്ര തന്നെ ഉള്ളൂ. കടല അപ്പം സംഭവം ടോപ്പായി. ബസ് റെയിൽവേ ആയിക്കോട്ടെ, അതേപോലെ ബസ് സ്റ്റാൻഡ്, ആ ഏരിയ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ നല്ല തട്ടുകടകളൊക്കെ കണ്ടു. നോക്കട്ടെ, ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും തട്ടുകടയിലോ ഹോട്ടലിലോ ഒക്കെ കയറിയിട്ട് നന്നായിട്ടൊരു ഭക്ഷണം കഴിക്കണം. കാരണം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല. കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ട് പേടിച്ചിട്ടാട്ടോ ഒന്നും കഴിക്കാത്ത യാത്ര ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് കഴിക്കണം. ഒരുപാട് തട്ടുകട കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നൂര് രക്ഷയില്ല. സൂപ്പർ സ്ഥലം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നണില്ല. അത്രയും നല്ല സ്ഥലം. ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ള ഒരു ട്രിവാൻഡ്രേ അല്ല ഇങ്ങോട്ട് വന്നപ്പോൾ അതുക്കും മേലെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാണാത്തൊരു സ്ഥലത്തിനൊക്കെ പറ്റി നമ്മൾ മനസ്സിലൊരു വിഷ്വൽ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്നുള്ളതൊക്കെ. ഞാൻ മനസ്സിൽ കണ്ട ഒരു രൂപമല്ല ഇവിടെ. അടിപൊളി, സൂപ്പർ. ഏതായാലും ഇങ്ങനെ നടന്ന് നോക്കട്ടെ. ഏതെങ്കിലുമൊക്കെ ഒരു തട്ടുകടയിൽ കയറിയിട്ടോ ഹോട്ടലിൽ കയറിയിട്ടോ ഒന്ന് കഴിക്കണം. അപ്പോൾ ഓക്കെ. ഇതാണ് മക്കളെ തിരുവനന്തപുരം രാത്രി ബസ്. തിരുവനന്തപുരം സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ടുള്ള കാഴ്ച. നമ്മൾ വന്നത് എങ്ങനെ ഇതിലെ വന്ന് അതിലങ്ങനെ ഉണ്ട്. അതിലിറങ്ങിയത് അതാണ് തിരുവനന്തപുരം സെൻട്രൽ. ഇത് റെയിൽവേ അല്ല, റെയിൽവേ ആണോ അത്? അല്ല. നോക്കി സൂപ്പർ അല്ല, അടിപൊളി. റെയിൽവേ അടിപൊളി അറിയാം. സൂപ്പർ. ഒരു ട്രെയിൻ അവിടെ ഉണ്ട്. എങ്ങോട്ടാണാവോ? ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു 7 മണിയായി ഇപ്പോൾ. അപ്പം ഇനി എന്താ പറയുക, ഭക്ഷണം
അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നോക്കട്ടെ എവിടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലത് കിട്ടണം അവിടെ നോക്കട്ടെ. അപ്പോൾ അവിടെ പോകണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഓരോ സ്ഥലങ്ങളിൽ പോവാട്ടോ. അപ്പോൾ ഇത് തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പെരുന്നാളും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇവിടെ കയറും നല്ല തട്ടുകട അയ്യപ്പ കട. എൻ്റെ പൊന്നോ, ഞാൻ അവിടുന്ന് ഇത് കഴിച്ചോട്ടെ, ന്യൂ അയ്യപ്പ. അവിടുത്തെ വട ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റുള്ള വട കേട്ടോ. അതേപോലെ തന്നെ ദോശയും ടോപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലുള്ള ചട്നിയും സാമ്പാറും എല്ലാം അടിപൊളി. ന്യൂ അയ്യപ്പ ഹോട്ടൽ കേട്ടോ, അടിപൊളി സൂപ്പർ. ബസ് സ്റ്റേഷൻ പശുപതി ക്ഷേത്രം പോകണം കേട്ടോ. ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം അത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ആ ഒരു ക്ഷേത്രം കാണുന്നത്. TV ന്യൂസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും 4ാമത് പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട MP അദ്ദേഹത്തിന്റെ വിജയത്തിന് പങ്കാളികളായ നാട്ടുകാരോട് വളരെ നന്ദിയുണ്ട്. ഫോട്ടോസ് എടുക്കട്ടോ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ആദ്യമായിട്ടാണ് അത് കാണുന്നത്. എൻ്റെ പൊന്ന് വേറൊരു വൈബട്ടോ.
കുളം, അമ്പലക്കുളം നോക്കിയ വലുപ്പം നോക്കിയ. ചെരുപ്പിട്ട് ആണ്ട് കയറാൻ പറ്റില്ല. മുണ്ടെടുക്കണം. മീൻ നോക്കിയാ, മീൻ മീൻ മീൻ. വാവ്, കുളം തന്നെ നോക്കിയത് നോക്കിയടോ. അത് സൂപ്പർ വൈബട്ടാ, ഒരു രക്ഷയില്ല, അടിപൊളി. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം, ഇടാൻ ഇവിടുന്ന് വാങ്ങിക്കണം. ഇരുമ്പമ്മ പിടിക്കണം. അത് മീൻ നോക്കിയേ. ഇവിടെയൊക്കെ വലിയ മീൻ നോക്കിയേ. ഇതൊക്കെ മഴ പെയ്താൽ ചെയ്യുമോ? അപ്പോൾ സൂവിൻ്റെ അവിടെയാണ് കേട്ടോ നല്ല മഴ, നല്ല പുടുത്തം വിട്ട മഴ.